ഹായ്, നമ്മൾ ഡെർമറ്റോപ്പിയിൽ എപ്പോഴും വരുന്ന ഒരു കോമൺ കംപ്ലൈൻ്റ് ആണ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്. കുറേ പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എന്ന് പറയുന്നത്. പലവിധ കാരണങ്ങൾ കൊണ്ട് കണ്ണിന് ചുറ്റും നമുക്ക് കറുപ്പ് വരാം. ജനിതകമായിട്ട്, അതല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, ഉറക്കക്കുറവ്, കൂടുതലായിട്ടുള്ള സ്ക്രീൻ ടൈം, അമിതമായിട്ട് വെയിൽ കൊള്ളുന്നത്, നിർജ്ജലീകരണം, ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് നമുക്ക് കണ്ണിന് ചുറ്റും കറുപ്പ് വരാം. അതുപോലെ പ്രായത്തിൻ്റെ ഭാഗമായിട്ട് കണ്ണിന് ചുറ്റുമുള്ള കൊഴുപ്പ് നഷ്ടപ്പെടുമ്പോൾ കണ്ണ് കുഴിഞ്ഞു പോവുകയും കണ്ണിലൊരു ക്ഷീണം അല്ലെങ്കിൽ ഒരു കറുപ്പ് നിറം വരാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ചികിത്സ ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത്? കോമൺ ആയിട്ട് കൊടുക്കുന്നത് ഓയിൻമെൻറ്റുകളും ക്രീമുകളും സൺസ്ക്രീനുകളുമാണ്. ക്ലിനിക്കുകളിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് കെമിക്കൽ പീലിംഗ് ആണ്. മൈൽഡ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു ആസിഡ് സൊല്യൂഷൻ നമ്മുടെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്തിട്ട് കുറച്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യുന്നതാണ്. സെക്കൻഡ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ക്യൂസിച്ച് എൻഡിയ ഗ്ലേസർ. ഇതിൽ നമ്മൾ ലേസർ കിരണങ്ങൾ ഉപയോഗിച്ചിട്ട് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് ഉണ്ടാക്കുന്ന മെലാനിനെ പൊടിച്ചു കളയാണ് ചെയ്യുന്നത്. തേർഡ് ഓപ്ഷനാണ് മീസോതെറാപ്പി, PRP, അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, അതല്ലെങ്കിൽ ട്രാൻഎക്സമിക് ആസിഡ് പോലത്തെ സൊല്യൂഷൻസ് കണ്ണിന് ചുറ്റുമുള്ള സ്കിന്നിലേക്ക് മൈക്രോ നീഡ്ലിംഗ് വെച്ച്, കുഞ്ഞു കുഞ്ഞു നീഡിൽ വെച്ച് സ്കിന്നിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർത്ത് ഓപ്ഷൻ കണ്ണിന് ചുറ്റുമുള്ള കുഴിഞ്ഞിരിക്കുന്നത്, അതല്ലെങ്കിൽ കണ്ണിന് ചുറ്റും ഒരു ഫാറ്റ് ലോസ് ഉണ്ടാകുന്നതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെർമൽ ഫില്ലേഴ്സ് അഥവാ ഹൈലറോണിക് ആസിഡ് ഫില്ലേഴ്സ്. അത് നമുക്കൊരു ഇമ്മീഡിയറ്റ് ഇൻസ്റ്റൻറ്റ് ഫുൾനെസ്സും ഇൻസ്റ്റൻറ്റ് റിസൾട്ട്സും തരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ലാസ്റ്റ് ഓപ്ഷനാണ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതായത് ബ്ലിഫറോപ്ലാസ്റ്റി പോലത്തെ പ്ലാസ്റ്റിക് സർജറി അപൂർവമായിട്ട് നമുക്ക് ആവശ്യം വരാറുണ്ട്.